Hello everyone, I'm Indu Ablash. Today I am here with another video from Teju's Academy. Today the interesting topic is effective usage of phrases. Let's see this in detail. In the occupational English test, അതായത് OET യിൽ സ്പീക്കിംഗ് സബ് ടെസ്റ്റ് എന്ന് വരുമ്പോൾ effective communication plays a very important role for success. Using these appropriate phrases can essentially enhance your ability to convey information more clearly and professionally. Come, let's see some phrases and examples. So, ഇവിടെ phrase ആയിട്ട് കൊടുത്തിരിക്കുന്നത് I understand how you feel എന്ന് പറയുമ്പോൾ OET സ്പീക്കിങ്ങിൽ ഈ ഒരു ഫ്രേസ് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് I understand how you feel about your recent diagnosis. It's normal to feel anxious, but we are here to support you. സോ കണ്ടില്ലേ, ആ ഒരു ഫ്രേസ് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ അത് കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് നമ്മൾ യൂസ് ചെയ്തെന്നാണ് ഇവിടെ കണ്ടത്. ലെറ്റ്സ് സീ ദ ഫ്രേസ് ഹിയർ. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് യു ഹാവ് ബീൻ ത്രൂ എ ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പേഷ്യൻറ്റിനോട് പറയാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ഫ്രേസ് ആണിത്. സീ ദി എക്സാമ്പിൾ. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് യു ഹാവ് ബീൻ ത്രൂ എ ലോട്ട് വിത്ത് ദിസ് ക്രോണിക് പെയിൻ. വി വിൽ വർക്ക് ടുഗദർ ടു ഫൈൻഡ് വേസ് ടു മാനേജ് ഇറ്റ്. കണ്ടില്ലേ, പേഷ്യൻറ്റിനെ നഴ്സ് എങ്ങനെയാണ് റീഅഷ്യൂർ ചെയ്യുന്നതെന്നുള്ളത്. സോ ദിസ് പെർട്ടിക്കുലർ ഫ്രേസ് ഇസ് ഗോയിങ് ടു ബി വെരി എഫക്റ്റീവ് വെൻ ദ പേഷ്യൻറ്റ് ഇസ് ഗോയിങ് ത്രൂ എ ചലഞ്ചിങ് സിറ്റുവേഷൻ ഓർ എ റഫ് സിറ്റുവേഷൻ. ലെറ്റ്സ് സീ ദിസ് ഫ്രേസ്. ഐ കൻ ഇമാജിൻ ഹൗ ഡിഫിക്കൽട്ട് ദിസ് മസ്റ്റ് ബി ഫോർ യു എന്ന് പറയുന്നത് പേഷ്യൻറ്റ് റെഗുലറായിട്ട് ചെയ്തിട്ട് വന്ന ഒരു കാര്യം ചെറിയ റെസ്ട്രിക്ഷൻസ് ചെയ്യണം എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ കൻ ഇമാജിൻ how difficult it must be for you to adjust to your new dietary restrictions. Let's explore some strategies to make it easier for you. So ഇവിടെ ചെറിയതായിട്ട് ഒരു ന്യൂ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തന്നെ നഴ്സസ് റിയഷറിംഗ് ടു ദ പേഷ്യൻറ്റ് ദാറ്റ് ലെറ്റ്സ് എക്സ്പ്ലോർ സം സ്ട്രാറ്റജീസ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ യു എന്ന് പറഞ്ഞ് റിയഷ്യൂറാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രേസ് നോക്കിയാലോ. ഐ എം സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് പേഷ്യൻ്റ് നഴ്സിനോട് എന്തെങ്കിലും ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ്. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ ഓവർ ഹിയർ. ഐ എം സോറി ടു ഹിയർ ദാറ്റ് യു ഹാവ് ബീൻ ഫീലിംഗ് അൺവെൽ ലേറ്റ്ലി. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഇംപ്രൂവ് യുവർ ഹെൽത്ത്. സോ ഇവിടെ പേഷ്യൻറ്റ് അൺഹെൽത്തി ആണ് അല്ലെങ്കിൽ അൺവെൽ ആണ് എന്നുള്ളതിനെ അക്നോളജ് ചെയ്യുകയും അതുപോലെ തന്നെ നഴ്സ് പേഷ്യൻറ്റിനോട് റീഅഷ്യൂർ ചെയ്യുകയാണ് ഹൗ ടു ഇംപ്രൂവ് യുവർ ഹെൽത്ത്. സോ ദിസ് ഇസ് ദ ഫ്രേസ് ഫോർ ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ലെറ്റ്സ് സീ ദിസ് ഫ്രേസ്. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ ദാറ്റ് യു ഫീൽ ദിസ് വേ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് ഗോ ത്രൂ ചെയ്യുന്ന ഒരു ഫീലിങ്ങിനെ അക്നോളജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണിത്. ലെറ്റ്സ് സീ ദി എക്സാമ്പിൾ ഓവർ ഹിയർ. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ ദാറ്റ് യു ഫീൽ ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ദ സ്ലോ പ്രോഗ്രസ് ഓഫ് യുവർ റിക്കവറി. ലെറ്റ്സ് ഡിസ്കസ് ദ വേസ് ടു സ്പീഡ് ഇറ്റ് അപ്പ്. സോ ഇവിടെ ഒരു അക്നോളജ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സിനെ സ്പീഡ് ചെയ്യാനുള്ള മെഷർമെൻറ്റ് നമുക്ക് എടുക്കാം എന്നുള്ള ഉറപ്പുമാണ് നഴ്സ് തരുന്നത്. ലെറ്റ്സ് സീ ദിസ് ഫ്രേസ്. റെസ്റ്റ് അഷ്യൂർഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു എന്ന് പറയുന്ന ഒരു ഫ്രേസ് പേഷ്യൻറ്റിനോട് പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിനെ ശരിയാക്കാനായിട്ടും അതുപോലെ തന്നെ കെയർ ചെയ്യാനായിട്ടും ഞങ്ങൾ ഇവിടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താനാണ് നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ ദി എക്സാമ്പിൾ. റെസ്റ്റ് അഷ്യൂർഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ടു മാനേജ് യുവർ ഡയബറ്റീസ് ആൻഡ് ഇംപ്രൂവ് യുവർ ഓവറോൾ വെൽബീയിങ്. സോ ഇവിടെ പേഷ്യൻറ്റിൻ്റെ ഓവറോൾ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡയബറ്റീസ് മാനേജ് ചെയ്യാനുമുള്ള റീഅഷ്വറൻസ് ആണ് നഴ്സ് പേഷ്യൻറ്റിനോട് തരുന്നത്. ലെറ്റ്സ് സീ ദിസ് ഫ്രേസ്. യു ആർ ഇൻ ഗുഡ് ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ നഴ്സ് പേഷ്യൻറ്റിനോട് പറയുന്നത് വി ആർ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓവർ ഹിയർ ടു പ്രൊവൈഡ് യു ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പോസിബിൾ എന്നാണ് ഉറപ്പ് വരുത്തുന്നത്. ലെറ്റ്സ് സീ ദി എക്സാമ്പിൾ ഓവർ ഹിയർ. യു ആർ ഇൻ ഗുഡ് ഹാൻഡ്സ് വിത്ത് അവർ ടീം. വി വിൽ ഗൈഡ് യു ത്രൂ എവറി സ്റ്റെപ്പ് ഓഫ് യുവർ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്. താങ്കളുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ ഓരോ സ്റ്റെപ്പിലും ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങളുടെ കെയറും ഉണ്ടാകും എന്നാണ് ഉറപ്പ് വരുത്തുന്നത്. ലെറ്റ്സ് സീ ദ ഫ്രേസ് ഓവർ ഹിയർ. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺസ് ബട്ട് എന്ന് പറയുമ്പോൾ നഴ്സിന് ഇവിടെ പേഷ്യൻറ്റിൻ്റെ കൺസേൺ മനസ്സിലാകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഷീ ഈസ് ട്രൈങ് ടു കൺവേ ആൻ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻറ്റ്. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺസ് അബൌട്ട് ടേക്കിംഗ് മെഡിക്കേഷൻ ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജിങ് യുവർ കണ്ടീഷൻ എഫക്റ്റീവ്ലി. ഈ ഒരു മെഡിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിനോട് എടുക്കാൻ പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഫ്രേസസിലൂടെ നിങ്ങളുടെ OET സ്പീക്കിംഗ് ബെറ്റർ ആക്കാൻ കഴിയും. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഇൻഫർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഉറപ്പാണ് വിജയം.